ഹലോ ഗൈസ്, ഇത് ഞങ്ങൾ ഗുരുവായൂരുള്ള ആനക്കോട്ടയിൽ പോയി. അപ്പോൾ അമ്മ ദേ ടിക്കറ്റൊക്കെ വാങ്ങി. അപ്പോൾ ദേ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകണം ആനകളെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ആനക്കോട്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ ദേ ആദ്യത്താണ് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും പൊന്നും തോളത്ത് കൈയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ചിറിയും ചിറിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നോക്കിക്കേ ഗൈസ്, അടുത്ത ആനയാണിത്. പിന്നെ എനിക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഈ ആനയെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടി. കാരണം ആന പാം ലീഫ് കടിക്കുമ്പോൾ ഒരു സൗണ്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടി. ആ പേടിയിലാണ് ഞാനവിടെ നിൽക്കുന്നത്. പിന്നാലും ഞാനവിടെ നിന്നു. ഓക്കെ, കുറച്ച് നേരം അവിടെ എന്തോ അത്തും കുത്തും പോയ പോലെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നടക്കുകയാണ്. അങ്ങനെ ദേ കുറച്ചൊക്കെ നടന്നു. പിന്നെ അടുത്ത ആനയെ കണ്ടു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഈ ആന കണ്ടോ, നിന്ന് ആടുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ നോക്കി നിന്നു. ഗൈസ്, എന്ത് രസമാണ് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു അത് നിന്ന് ആടുന്നത് കാണാൻ തന്നെ. അതിൻ്റെ ആ തുമ്പികയും ചെവിയും ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടി. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് അടുത്ത ആനയാണ്. ഈ ആന ശരിക്കും ഗൈസ് ഞാൻ എടുക്കാൻ മറന്നു. ഒരു പക്ഷീനെ വെള്ളം കൊണ്ടിട്ട് ഓടിപ്പിച്ചു. അതായത് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഓടിപ്പിച്ചു. അത് ഞാൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഒരു കുളം കണ്ടു കേട്ടോ, വലിയ കുളം. അപ്പം ഞാൻ അങ്ങനെ പറയുമായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ പോയാൽ നല്ല രസമുണ്ടായിരിക്കും എന്നൊക്കെ. അപ്പം അങ്ങനെ അതും കണ്ടു നിൽക്കുമായിരുന്നു കുറച്ച് നേരം. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാനുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കുറേ വലിയ വലിയ മീനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു മീനുണ്ട്. അങ്ങനെ ദേ ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ നടക്കുകയാണ്. അപ്പോൾ ദേ ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി. വെറുതെ കയ്യും വീശി പോകണത് ശരിയല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞാനത് ഇങ്ങനെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് പൊന്നു നിൽക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടാറ്റയൊക്കെ തന്നു. അപ്പോൾ ആദ്യം എല്ലാവരും ലൈക്ക്